إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന് ഭയപ്പെടുന്ന തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സംഘടിതമായ നമസ്കാരത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പള്ളിയുടെ പരിസരങ്ങളിലുള്ള പ്രായപൂർത്തിയായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വഖ്ത് നമസ്കാരവും പള്ളിയിലുള്ള ഒന്നാമത്തെ ജമാഅത്ത് സാധാരണ രീതിയിൽ ഒരു പള്ളിയിൽ വ്യവസ്ഥാപിതമായി സംഘടിതമായി നിർവഹിക്കപ്പെടുന്ന ആ സ്വലാത്തുൽ ജമാഅയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യവും അനിവാര്യതയുമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവാചക ചരിത്രത്തിലെ വ്യത്യസ്ത സംഭവങ്ങളും ഉപദേശങ്ങളുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഈ വിഷയങ്ങളിൽ ഒരു ധാരണ രൂപപ്പെടുക എന്നതിനപ്പുറം നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ യാതൊരു വീഴ്ചയുമില്ലാതെ എങ്ങനെയെല്ലാം ഇത്തരം ദീനീ നിർദ്ദേശങ്ങൾ പാലിക്കാനും പകർത്താനും സാധിക്കും എന്ന ചിന്തയോടെ കർമ്മവീതിയിൽ സജീവമാവുക എന്നതാണ് നമ്മിൽ അർപ്പിതമായ ഉത്തരവാദിത്തം. ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിച്ചപ്പോൾ ഈ വിഷയത്തിൽ അനുവദിക്കപ്പെട്ട ഉദറുകൾ, ശർഈയായ തടസ്സങ്ങൾ ഏതെല്ലാമാണ് എന്ന് 2 ആഴ്ച മുമ്പുള്ള ഖുത്ബയിൽ നാം വ്യക്തമാക്കിയതും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തതാണ്. ഏതായിരുന്നാലും ഒരു പള്ളിയിൽ ആ മഹല്ലിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ, നാം ഒരു പള്ളിയുടെ പരിസരത്താണ് ജീവിക്കുന്നത് എങ്കിൽ ആ പള്ളിയോടുള്ള നമ്മുടെ ആത്മബന്ധം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിലെ നമ്മുടെ പങ്കാളിത്തവും സാന്നിധ്യത്തിലൂടെയുമാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട അതിൻ്റെ ആ ദിവസങ്ങൾ, പ്രവാചകന്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ, അത്യധികം ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പനി ബാധിച്ച് തളർന്നും ശാരീരികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചും പല സന്ദർഭങ്ങളിൽ ബോധരഹിതനാവുകയും ചെയ്ത നിമിഷങ്ങൾക്ക് ചരിത്രം സാക്ഷിയായതാണ്. ആ ഘട്ടങ്ങളിൽ പോലും, ആ തീവ്രമായ രോഗാതുരമായ സാഹചര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വീടിന്റെ ചാരയുള്ള മദീന പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഫഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന റജുലൈൻ
തഖുത്തു റിജ്ലാഹു ഫിൽ അർള്, ഭൂമിയിൽ പ്രവാചകന്റെ കാലുകൾ വലിച്ചിഴച്ചുകൊണ്ട് വലതുഭാഗത്ത് ഒരു സഹാബിയും ഇടതുഭാഗത്ത് മറ്റൊരു സഹാബിയുമായി അവരുടെ കഴുത്തിലൂടെ തൻ്റെ കൈകൾ വെച്ച് പ്രവാചകൻ വേച്ച് പള്ളിയിലേക്ക് സ്വഫിലേക്ക് കടന്നു വന്നത് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം. ഇപ്പൊ സാധാരണ ഒരു ഫുട്ബോളൊക്കെ കാണുമ്പോൾ അറിയാം, ഫുട്ബോൾ കളിക്കുമ്പോൾ അറിയാം, ഒരാൾക്ക് കാലിന് വലിയ രൂപത്തിലുള്ള ഒരു പരിക്ക് പറ്റിയാൽ കൂടെയുള്ള രണ്ടാളുകളുടെ തോളിൽ കൈ പിടിച്ചുകൊണ്ടാണ്, കൈയിട്ടുകൊണ്ടാണ് ഒരു പക്ഷെ അയാളുടെ ഒന്നോ അതല്ലെങ്കിൽ രണ്ട് കാലുകളും അതിങ്ങനെ മണ്ണിൽ ഉരസിക്കൊണ്ടാവാം, അതല്ലെങ്കിൽ അയാൾ തൂക്കിക്കൊണ്ടാവും അയാൾ ആ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറുള്ളത്. അതിന് സമാനമായ രൂപത്തിൽ അത്തരം സമാനമായ സംഭവങ്ങളിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിൽ താൻ പങ്കെടുക്കേണ്ടവനാണ് എന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്തിയതാണ്. പ്രവാചകൻ ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ പ്രവാചകരിൽ നിന്ന് സ്വഹാബത്ത് കേട്ട അവസാന ഉപദേശങ്ങളിൽ ഒന്ന് അസ്സലാത്ത്, ഉമ്മത്തെ നമസ്കാരം, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയുസ്സുള്ള കാലത്തോളം, ആരോഗ്യമുള്ള കാലത്തോളം നമസ്കാരം കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കുവാൻ, പ്രത്യേകിച്ച് പള്ളികളുമായുള്ള നമ്മുടെ അടുപ്പം നിലനിർത്തിക്കൊണ്ടുള്ള ആ രീതിയിൽ നമസ്കാരം നിർവഹിക്കുക എന്ന ആ രംഗത്ത് ഒരു നിറസാന്നിധ്യമാകുവാൻ നമുക്ക് സാധിക്കണം എന്നത് നാം കൃത്യമായി ഉൾക്കൊള്ളണം. രണ്ടാമതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം തിരിച്ചറിയേണ്ടത്, ഇപ്പം ചില ആളുകൾ അവർക്ക് പള്ളിയൊക്കെ ഉള്ള മഹല്ലിലായിരിക്കും, പക്ഷെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാറില്ല. അപ്പോൾ പറയാറുള്ളത് വീട് കുറച്ച് ദൂരെയാണ്, പള്ളിയിലേക്കൊക്കെ പോകൽ പ്രയാസമാണ്, അതേപോലെ പള്ളിയുടെ പരിസരത്തുള്ള ആളുകൾക്കാണല്ലോ നിർബന്ധം, എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ് എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വരാതിരിക്കുന്ന, പള്ളിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കാത്ത നിലപാടുകൾ ചില ആളുകൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ പള്ളിയുടെ പരിസരത്തുള്ളവരല്ലെങ്കിലും പള്ളിയുടെ അകലങ്ങളിലുള്ള ആളുകളും ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ സ്വീകരിക്കേണ്ട സമീപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹാബിമാർക്കിടയിൽ പ്രചാരമുള്ള ഒരു നിലപാടിന്റെ ഭാഗമായി മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു പറഞ്ഞിരുന്ന ഒരു വാചകം, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഞങ്ങളുടെ കാലത്ത്, പ്രവാചകന്റെ കാലത്തും പ്രവാചകന്റെ മരണശേഷവും മദീന പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ തീരെ പങ്കെടുക്കാത്ത ഒരു കൂട്ടർ അത് മുനാഫിഖുകൾ മാത്രമായിരുന്നു. അല്ലാത്തവർ സമയവും സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോഴെല്ലാം പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് ദൂരെയുള്ള ആളുകളെ സംബന്ധിച്ച്, ദൂരെ നിന്ന് പള്ളിയിലേക്ക് കടന്നു വന്ന സ്വഹാബിമാരെ സംബന്ധിച്ച് പ്രവാചകന്റെ പരാമർശങ്ങൾ കാണാം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഗ്ളമുൻ നാസി അജ്റൻ ഫിസ്സലാത്ത് അബ്അദുഹും ഫഅബ്അദുഹും മംശ. ഒരു പള്ളിയിൽ, ആ പള്ളിയിലെ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്കുള്ള പ്രതിഫലം ലഭിക്കുമ്പോൾ ഏറ്റവും ദൂരെ നിന്ന് ആരാണോ ആ പള്ളിയിലേക്ക് എത്തിയത് അവർക്കാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഫഅബ്അദുഹും മംശ. പ്രത്യേകിച്ച് ദൂരെ നിന്ന് നടന്നു വരുന്ന ആളുകൾ, ഇന്നത്തെ പോലെ ചെറിയ ഒരു 200 മീറ്റർ ദൂരത്തേക്ക് പോലും വാഹനമെടുക്കുന്ന ഒരു സംസ്കാരം ഇന്ന് നമുക്കുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വാഹന സംവിധാനങ്ങൾ പ്രചാരമില്ലാത്ത കാലത്ത് കാൽനടയായി നടക്കുന്ന ഒരു രീതിയാണ് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നടക്കുന്നവരെ സംബന്ധിച്ചാണ് ഇത്തരം വിഷയങ്ങളിലെ ഹദീസുകളിലെ പ്രധാനമായ പരാമർശങ്ങൾ എന്ന് കാണാൻ സാധിക്കും. ഫഅബ്അദുഹും മംശ. ദൂരെ നിന്ന് ഈ പള്ളിയിലെ ജമാഅത്തിന് ആരാണോ പങ്കെടുക്കുന്നത് അഗ്ളമുൻ നാസി അജ്റ, അവർക്കാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദി യൻതളിറു സ്വലാത്ത് ഹത്താ യുസല്ലിയഹാ മഅൽ ഇമാം അഗ്ളമു അജ്റൻ മിനല്ലദി യുസല്ലി സുമ്മ യനാമു. പള്ളിയിൽ ഒരാളെത്തി, ആ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന് ഒരു പക്ഷേ ഒരു 10 മിനിറ്റ് താമസമുണ്ട്. അയാൾ ആ നമസ്കാരത്തിന് ഇമാമിന്റെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഇമാമിനോടൊത്താണ് അയാൾ നമസ്കരിക്കുന്നത് എങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വീട്ടിൽ വെച്ച് നമസ്കരിച്ച് കിടന്നുറങ്ങുന്നവനേക്കാൾ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അതേപോലെ മഹാനായ സ്വഹാബി രേഖപ്പെടുത്തുന്ന ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തതഹറ ഫി ബൈതിഹി,
ഒരാൾ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തുന്നു, വുളൂവെടുക്കുന്നു, സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലേക്ക്, ഒരു മസ്ജിദിലേക്ക് അയാൾ നടന്നു വരുന്നു. ലിയഖ്ളിയ ഫരീളതൻ മിൻ ഫറായിലില്ലാ, അല്ലാഹു അവന് നിശ്ചയിച്ചിട്ടുള്ള ഫർളായ നമസ്കാരം നിർവഹിക്കാനാണ് അവന് പള്ളിയിൽ വരുന്നത്. അപ്പൊ പള്ളിയിൽ വരുന്നതിന് പലർക്കും പല ഉദ്ദേശങ്ങളുണ്ടാവും. പക്ഷെ ഇയാളുടെ ഉദ്ദേശം പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കലാണ് എങ്കിൽ കാനത് ഖുത്വതാഹു ഇഹ്ദാഹുമാ തഹുത്തു ഖതിഅ വൽ ഉഖ്റാ തർഫഉ ദറജ. പള്ളിയിലേക്കുള്ള ഓരോ സ്റ്റെപ്പിനും, ഓരോ ഫുഡ് സ്റ്റെപ്പിനും, ഓരോ കാൽവെപ്പിനും അയാൾക്ക് ഒരു നന്മ രേഖപ്പെടുത്തും, ഒരു പാപം ഉയർത്തപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒന്ന് റിസ്ക് എടുത്ത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരെക്കാൾ പ്രതിഫലത്തിന് അർഹനാകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ മദീന പള്ളി, മദീന എന്നത് പ്രവാചകന്റെ നാടാണ്. യസ്രിബ് എന്നറിയപ്പെടുന്ന ഒരു മണ്ണ്, ആ മണ്ണിലെത്തുമ്പോൾ ആ മണ്ണിലുള്ള നാഗരികതയ്ക്ക് അടിത്തറവാകുന്നത് അവിടെ ഒരു പള്ളി പടുത്തുയർത്തിക്കൊണ്ടാണ്. ആ പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർ ആ പള്ളിയോട് സഹകരിച്ച് അവിടുത്തെ ഇബാദത്തുകളിൽ വ്യാപൃതരാകുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ബനൂ സലമ ഗോത്രക്കാർ ഒരു തീരുമാനമെടുക്കുന്നത്. അവരുടെ വീട് മദീനയിലുള്ള ഒരു മലയുടെ പിറകുവശത്താണ്. അല്പം നടന്നു വേണം അവർക്ക് പള്ളിയിലേക്ക് എത്താൻ. അവർക്കൊരാഗ്രഹം, നമ്മുടെ ഈ സ്ഥലവും വീടും വിറ്റൊഴിവാക്കി പ്രവാചകന്റെ മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ള ഏതെങ്കിലും സ്ഥലം വിലക്കെടുക്കുകയും അവിടെ വീടെടുക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്താലോ എന്ന്. അടിസ്ഥാനപരമായി അവർ മദീന നിവാസികളാണ്, പക്ഷെ പള്ളിയുടെ തൊട്ടടുത്തല്ല. അപ്പൊ പള്ളിയിൽ നിന്ന് അകലെയുള്ളവർ ആ വീടും പറമ്പും വിറ്റ് പുതിയ സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കുന്നത് ആലോചിക്കുകയാണ്. അവരുടെ ആഗ്രഹം പള്ളിയുടെ ചാരത്താവണം, പള്ളിയിലെ ഇബാദത്തിലേക്ക് എത്തുന്നതിനുള്ള ആക്സസ് എളുപ്പമാവണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നു, ഇന്നഹു ബലഗനി അന്നകും തുരീദൂന അൻ തൻതഖിലു ഖുർബൽ മസ്ജിദ്. നിങ്ങളൊക്കെ പള്ളിയുടെ ചാരത്തേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് ഖദ് അറദ്നാ ദാലിക്. പ്രവാചകരെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു മലയുടെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു പോകുന്ന പ്രയാസം ഒഴിവാക്കാനും എപ്പോഴും ഈ പള്ളിയുടെ പരിസരത്തുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും ഈ പള്ളിയുടെ ചാരത്ത് പരിസരത്ത് സ്ഥിരതാമസമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബനി സലമ, അല്ലയോ ബനൂ സലമ ഗോത്രക്കാരെ, ദിയാറക്കും തുക്തബ് ആസാറുക്കും, അകലെയുള്ള നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആ നടപ്പാതകൾ മുഴുവൻ, നിങ്ങൾ നടന്നു തീർത്ത വഴികളെല്ലാം നിങ്ങളുടെ പ്രതിഫലത്തിന്റെ രേഖയായി അത് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകം 2 തവണയാണ് ആവർത്തിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബനൂ സലമക്കാരുടെ നിലപാടറിഞ്ഞപ്പോൾ ഫകരിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുറൽ മദീന, ആ ഒരു മനോഭാവം പ്രവാചകന് അനിഷ്ടമായി. ഒരു നാടിന്റെ വിവിധ പരിസരങ്ങളിൽ മുസ്ലിമീങ്ങൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതിന് പകരം എല്ലാവരും ഒരു പള്ളിയുടെ ചാരത്തേക്ക്, എല്ലാവരും ഒരു കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുക എന്ന രീതി, അങ്ങനെ ആ നാട്ടിലുള്ള മറ്റുള്ളവരിൽ നിന്ന് ബന്ധമില്ലാതെ ഡിറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു നാട്ടിലുള്ള ആളുകൾ, ഉദാഹരണം ഈ പള്ളിയിൽ വരുന്ന ആളുകൾ, ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് അയൽവാസികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സഹപാഠികളുണ്ട്. അങ്ങനെയുള്ള അവിടെയുള്ള ആളുകളുമായി ഇടപഴകുകയും പിന്നീട് പള്ളിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഈ പള്ളിയുടെ ഒരു സന്ദേശം അവരിലൂടെ നാട്ടിൻ പുറങ്ങളിലേക്ക് എത്തും. അതിനു പകരം അവിടെയുള്ള ആളുകളെല്ലാം ഈ പള്ളിയുടെ പരിസരത്തേക്ക് താമസം മാറ്റിയാൽ ഇവിടുത്തെ ഇബാദത്തും ഇവിടുത്തെ പ്രവർത്തനവും ഇവിടുത്തെ സന്ദേശവും അത് മറ്റുള്ള ആളുകൾക്ക് എന്തെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. നമ്മുടെ മതപരമായ സമീപനങ്ങൾ അത് അനുഭവിച്ചറിയാനുള്ള അവസ്ഥകൾ
അവസ്ഥകൾ നഷ്ടപ്പെടും. ആ ഒരു സ്ഥിതിവിശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നിലധികം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിയാറുക്കും, ആ അകലെയുള്ള നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ജമാഅത്ത് നമസ്കാരത്തിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വീതികളും നിങ്ങൾ കടന്നു താണ്ടിക്കടക്കുന്ന വഴികളും നിങ്ങൾക്കുള്ള പ്രതിഫലത്തിന്റെ ശേഷിപ്പായി രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, മാ കാന യസുറുന അന്നാ കുന്നാ തഹവ്വൽനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ പ്രതിഫലത്തെക്കാൾ ഞങ്ങൾക്ക് സന്തോഷമുള്ള മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെങ്ങാനും മദീന പള്ളിയുടെ ചാരത്തേക്ക് താമസം മാറ്റിയിരുന്നുവെങ്കിൽ റസൂലുള്ള പറഞ്ഞ അത് കേട്ടപ്പോഴുള്ള ആ സന്തോഷം ഒരിക്കലും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന് ആ സ്വഹാബിമാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചത് ഒരു പള്ളിയോട് ആത്മബന്ധം ഉള്ളവരാവുക, ആ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിറസാന്നിധ്യമായി അതിലെ നിത്യഭാഗവാക്കാകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിടെ രണ്ട് തരക്കാരുണ്ട്. ഒന്നാമത്തെ വിഭാഗം പള്ളിയുടെ വെളിപ്പാടകലെയുള്ള ആളുകൾ. അവർക്ക് ശർഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ആ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അവർ ആ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിർബന്ധമായും പങ്കെടുക്കണം. രണ്ടാമത്തെ വിഭാഗം അവർ പള്ളിയുടെ ചാരയല്ല, പള്ളിയുടെ വെളിപ്പാടകലയല്ല, ഒരുപക്ഷെ കുറച്ചൊന്ന് നടന്ന് നീങ്ങിപ്പോകാനുണ്ട്. അവര് പ്രയാസപ്പെട്ടെങ്കിലും റിസ്ക് എടുത്തെങ്കിലും നടന്നെങ്കിലും വാഹനപ്പുറത്താണെങ്കിലും അവരും ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. ഒന്നാമത്തെ വിഭാഗത്തിന് ഇത് ഒരു ഫർളിന്റെ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ, രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിന് ഒരു ഫർളിന്റെ സ്വഭാവമില്ലെങ്കിലും ഒന്നാം വിഭാഗക്കാരേക്കാൾ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 9, 10, 11 സൂക്തങ്ങളിൽ പറയുന്നു, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. തങ്ങളുടെ നമസ്കാരം അത് കുറ്റമറ്റ രൂപത്തിൽ കൃത്യതയോടെ നിർവഹിക്കുന്നവരാണ് അവർ. ഉലൈക ഹുമുൽ വാരിസൂൻ. അവരാണ് അനന്തരാവകാശികൾ. എന്തിന്റെ അനന്തരാവകാശികൾ? അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന നിങ്ങൾ സ്വർഗ്ഗത്തെ ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സ്വർഗ്ഗത്തിലെ ഉന്നതമായ ഉത്തമമായ ശ്രേഷ്ഠമായ ആ ഫിർദൗസിന്റെ അവകാശികളായി തീരാൻ സാധിക്കുന്ന ആളുകളുടെ സവിശേഷതകൾ പ്രതിപാദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് അവര് നമസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് എന്നാണ്. ആ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പള്ളികളിലെ ജമാഅത്ത് നമസ്കാരം. ആ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ ആളുകൾ അത്തരം ജമാഅത്ത് നമസ്കാരത്തിന്റെ ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിലെ കാരണവന്മാരുടെ, ഉപ്പയുടെ, ഉമ്മയുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ വീട്ടുകാരെ നമസ്കാരത്തെ തൊട്ട് നിങ്ങൾ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്കരിക്കണം എന്ന് പറയുന്നതിന് പകരം ഈ നമസ്കാരം നബിയും സഹാബത്തും എങ്ങനെ നിർവഹിച്ചു, എപ്രകാരം ജീവിതത്തിൽ നിഷ്ഠയോടെ കാത്തു സൂക്ഷിച്ചു എന്ന് പ്രമാണങ്ങളുടെ ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയത് നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിൽ നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തം നമ്മിൽ അർപ്പിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ കാര്യങ്ങൾ വകതിരിവോടെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള സാഹചര്യവും തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ പല പ്രദേശങ്ങളിലും കനത്ത മഴയാണ്. മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരുന്നവരാണ് നമ്മൾ, പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. എന്നാൽ നിലക്കാത്ത പേമാരി, നിലക്കാത്ത മഴ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കനത്ത മഴ താങ്ങാനാവാതെ, അതിജീവിക്കാനാവാതെ പലതരം പരീക്ഷണങ്ങളും കെടുതികളും നേരിടുന്ന സാഹചര്യം നമ്മുടെയൊക്കെ പരിസരങ്ങളിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലുമുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ, ഈ മഴ, ഈ ഒരു കാലാവസ്ഥ, ആ കാലാവസ്ഥ അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ ഒരു സുന്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നടപ്പിലാകുന്നത്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന തിരിച്ചറിവോട് കൂടിയായിരിക്കണം കാലാവസ്ഥയോടുള്ള നമ്മുടെ മനോഭാവം. കാലത്തെ ശപിക്കുന്ന, കാലാവസ്ഥയെ പഴിക്കുന്ന, മഴയെ കുറ്റപ്പെടുത്തുന്ന, ആ മഴയ്ക്ക് പിന്നിലുള്ള അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളെ അറിയാതെ പോയി അനാവശ്യമായ അതര വ്യായാമങ്ങൾ നടത്തുക എന്നത് ഒരിക്കലും തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. രണ്ടാമത്തെ കാര്യം, മഴ വല്ലാതെ വർദ്ധിച്ചാൽ, മഴ ആവശ്യത്തിലധികം ലഭിച്ചാൽ എന്ത് ചെയ്യണം? കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്, ശപിക്കുകയല്ല, പഴിക്കുകയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതുപോലെ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അള്ളാഹുവേ ഈ തകർത്ത് പെയ്യുന്ന മഴ ഞങ്ങളുടെ മേൽ വർഷിക്കുന്നതിന് പകരം ആൾതാമസമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത പരിസരങ്ങളിലേക്ക് ഈ മഴയെ നീ തിരിച്ചുവിടണമേ എന്ന ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കുകയോ അതിൻ്റെ ആശയങ്ങൾ, ആ ആശയത്തോടു കൂടി പ്രാർത്ഥിക്കുകയോ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, മഴയായപ്പോൾ പലതരത്തിലുള്ള അപകട മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒരാള് മതിലിടിഞ്ഞ് അതിൻ്റെ താഴെ മരണപ്പെടുന്ന സാഹചര്യം, വാഹനത്തിൽ സഞ്ചരിക്കുന്നവന്റെ ശരീരത്തിലേക്ക്, അവൻ്റെ വാഹനപ്പുറത്തേക്ക് മരം കടപുഴകി വീഴുന്ന അവസ്ഥകൾ, വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ തെന്നി വീണ് താഴോട്ട് നിലംപതിക്കുന്നവർ, പലതരത്തിലുള്ള അപകടങ്ങൾ, മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ, ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ, ഒരു വാഹനത്തിൻ്റെ മിതമായ വേഗതക്കപ്പുറത്തേക്ക് വേഗത കൂട്ടുമ്പോൾ അതുവഴി തനിക്കോ മറ്റുള്ളവർക്കോ അപകടം സൃഷ്ടിക്കുന്ന സമീപനങ്ങൾ ഇസ്ലാമികമായി ഒരിക്കലും തന്നെ നമുക്ക് അവഗണിക്കാവുന്ന മേഖലയല്ല. ലാ ളറർ വലാ ളിറാർ. നമ്മൾ സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഉപദ്രവകരമായ, അപകടകരമായ, മാരകമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ എന്നതാണ് നിലപാട്. നാലാമത്തേത്, വെള്ളത്തിലിറങ്ങാനും വെള്ളത്തിൽ കുളിക്കാനും നീന്താനുമൊക്കെ തുടിക്കുന്ന പല ആളുകളുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുണ്ട്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത്, അത് കോറിയുടെ പാറക്കെട്ടാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും അവിടെയെല്ലാം തെന്നി വീണും മുങ്ങി മരിച്ചുമൊക്കെയുള്ള പലതരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ കേവലം ഈ അപകടങ്ങളിലേക്ക് വലിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുക. കുട്ടികൾ അച്ചടക്കത്തോടു കൂടി തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടും വിധം അവർക്കുള്ള തർബിയത്ത് നൽകുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തേത്, മഴ കനക്കുമ്പോൾ, മഴക്കാലത്ത് പല രോഗങ്ങളും വ്യാപകമാവും. നമ്മുടെ പരിസരത്തുള്ള ക്ലിനിക്കുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ചുറ്റുപാടുള്ള ആശുപത്രികൾ, വീടുകളിൽ പോലും ചുമച്ചും പനിച്ചുമുള്ള പലതരം അസുഖമുള്ളവരെ നമ്മൾ കാണുന്നു. പലതരം പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന ഒരു ഘട്ടമാണ്. ആ ഒരു ഘട്ടം തികഞ്ഞ മുൻകരുതലുകൾ, അതേപോലെ ആവശ്യമായ റെസ്റ്റുകൾ എടുക്കുകയും രോഗം വരാതിരിക്കാനും പടരാതിരിക്കാനുമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ച് അതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടും ഈ വിഷയം കണക്ട് ചെയ്യണം. പകർച്ചവ്യാധിയുള്ളവർ, മറ്റുള്ളവർക്ക് അസുഖം പടരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കരുത്. കൂടെയുള്ള ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന രോഗാവസ്ഥയുള്ളവർ, അവര് ഒരുപക്ഷെ ക്വാറന്റൈൻ
ക്വാറന്റൈനിലാകേണ്ട സാഹചര്യം, ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി വീട്ടിൽ അവരുടെ മുറിയിൽ ഒതുങ്ങി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉള്ളവർ, അവർ വഴി മറ്റുള്ളവർക്ക് രോഗം നൽകുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവരുത്. ഏഴാമത്തേത്, നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടും വൃത്തിയുള്ളതാവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഈ അഴുക്കും മാലിന്യങ്ങളും മാലിന്യ കൂമ്പാരങ്ങളും അത് വൃത്തിയാക്കുന്നവർ പോലും മരണപ്പെടുന്ന വേദനകളുടെ നൊമ്പരങ്ങളുടെ വാർത്തകൾക്ക് സാക്ഷികളാകുന്ന ഒരു പ്രദേശത്താണ്, ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കരയിലും കടലിലും ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരിലൊന്ന് മനുഷ്യരുടെ കരങ്ങളാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരുപക്ഷെ ഇന്നും നമ്മുടെ നാട്ടിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ പ്രായോഗികമായ പ്രാവർത്തിക തലത്തിൽ നടപ്പിലാക്കാവുന്ന ഒരു കുറ്റമറ്റ സംവിധാനങ്ങൾ ഇല്ല എന്നത് നമ്മുടെയൊക്കെ നാടിന്റെ സാഹചര്യമാണ്. ഇവിടെയാണ് സ്റ്റാർട്ടപ്പുകളുടെ പ്രസക്തി. പുതിയ കാലത്തിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളും കണ്ടെത്തലുകളും പരിഹാരങ്ങളും നിർദ്ദേശിക്കുവാൻ കഴിയുന്ന ഒരു മാനവ വിഭവശേഷി, അതിനുള്ള ഒരു HR ജനസംഖ്യയിൽ കുതിച്ചു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ അംഗങ്ങൾ എന്ന നിലക്ക്, വക്താക്കൾ എന്ന നിലക്ക് വളരുന്ന തലമുറ, പുതിയ തലമുറ ആ രംഗത്ത് നാടിന് കരുത്തു പകരുന്ന ദുൽഖർനൈൻ എന്ന ഒരു കഥാപാത്രമല്ല, ഒരു ഇതിഹാസം സൂറത്തുൽ കഹ്ഫിലൂടെ വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തുന്നത് നാടിന് ഗുണമുള്ള, സമുദായത്തിന് ഗുണമുള്ള നിലപാടുകളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുമായി കടന്നു വരാൻ സാധിക്കണമെന്ന തിരിച്ചറിവ് തീർച്ചയായും നമുക്കുണ്ടാവണം. എട്ടാമതായി സൂചിപ്പിക്കുവാനുള്ളത്, മഴക്കാലത്ത് ദുരിതമനുഭവിക്കുന്ന ചില കൂട്ടരുണ്ട്. പ്രത്യേകിച്ച് ചില പ്രത്യേക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, കൂലിപ്പണിക്കാരടക്കമുള്ള ആളുകൾ. മഴക്കാലമായാൽ സാധാരണ അവർ ചെയ്തു വരുന്ന പല ജോലികളും ചെയ്യാൻ അവർക്ക് സാഹചര്യമില്ല. പല സ്ഥലങ്ങളിലും പിന്നീട് പട്ടിണിയാണ്. അത് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല, പല നിലക്കുള്ള ആളുകൾ. അപ്പൊ നമ്മുടെ വീടില്, പരിസരത്ത്, ചുറ്റുപാടിൽ, അയൽപ്പക്കങ്ങളിൽ ഇങ്ങനെ വരുമാനം നിലച്ച, ജോലിക്ക് പോകാൻ സാധിക്കാത്ത അത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവർക്ക് സാന്ത്വനമേകാൻ റസൂലുള്ള പറഞ്ഞത് 2 പേരുടെ ഭക്ഷണം 3 പേർക്ക് കഴിക്കാമെന്നാണ്. 3 പേരുടെ ഭക്ഷണം 4 പേർക്ക് കഴിക്കാമെന്നാണ്. നമ്മുടെ കൈവശമുള്ള വിഭവം അത് പകുത്തു നൽകിയും കൂടപ്പിറപ്പുകൾക്ക് വീതിച്ചും അത് വിതരണം ചെയ്തുമാണ് നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കേണ്ടത് എന്നത് ഇസ്ലാമിക ചരിത്രങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. കൂടപ്പിറപ്പുകളെ ചേർത്ത് നിർത്താനും അവരുടെ വിഷമാവസ്ഥകൾ കണ്ടറിയാനും അവർക്ക് സാന്ത്വനമേകാനുമുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ ഒരു മഴക്കാലത്തിന്റെ ദിവസങ്ങൾ എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വ്യക്തിയായി ഇസ്ലാമിക മൂല്യങ്ങളെ നെഞ്ചിലേറ്റുന്ന, ജീവിതത്തിൽ പകർത്തുന്ന, അള്ളാഹുവിനോടുള്ള ബാധ്യതകളും മനുഷ്യരോടുള്ള കടമകളും നിർവഹിക്കുന്ന ഉത്തമ വ്യക്തിത്വങ്ങളായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആനും പ്രവാചക സാരോപദേശങ്ങളും സ്വഹാബിമാർ നെഞ്ചിലേറ്റിയതുപോലെ ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും കെടുതികളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, ഏവർക്കും നീ ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് ഐശ്വര്യത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഭൗതിക ജീവിതത്തിലെ ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങളും മോഹങ്ങളും അത് പൂവണിയുകയും ഭൗതിക ജീവിതത്തിന്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാനുള്ള സാഹചര്യം നൽകി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത
താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം വാർത്തകൾ തുടർക്കഥയാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതങ്ങളിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.